ഹായ് ഹലോ. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമണേഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷോ, അതൊരു പ്രീ ഷോ ആയിട്ട് നടത്തുന്നത്. എൻ്റെ പേരാണ് അഗ്നി പരീക്ഷ. സോ തികച്ചും സാധാരണക്കാരായ 40 പേരിൽ നിന്ന് തീപ്പൊരി വാർന്ന ടാസ്കുകളിലൂടെ കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നൊരു ഷോയാണിത്. ഇത് ആക്ച്വലി മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കഴിഞ്ഞ വർഷം തെലുങ്കിൽ ഇത് ആരംഭിച്ചിരുന്നു. ഈ 40 മത്സരാർത്ഥികളെയും നേരിടാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ ജഡ്ജസായി വന്നിരിക്കുന്നത് രഞ്ജിനി ഹരിദാസ്, റിയ സലീം, അഖിൽ മരാർ. ഇവർ മൂന്നുപേരാണ് ജഡ്ജസായിട്ട് വന്നിട്ട് ഈ 40 പേരെ നേരിടാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ റനീഷ, ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് റനീഷ റഹീമാണ്. അപ്പോൾ ഇതൊരു തീപ്പൊരി പറഞ്ഞ പ്രോഗ്രാമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. ആദ്യ ദിവസം, അതായത് ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് ടാസ്ക് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് തന്നെ അവിടെ തീപ്പൊരിയായിരുന്നു. കരച്ചിലും ബഹളവും മെഴുകിലൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പറയാം. ആരെല്ലാം ജയിച്ചു കയറി, എന്തെല്ലാം സംഭവവികാസങ്ങൾ അവിടെ നടന്നത്, ആരൊക്കെയാണ് ഡേഞ്ചർ സോണിലായത്, എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഇത് ആക്ച്വലി മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ തെലുങ്കിൽ ഇത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തെലുങ്കിൽ അങ്ങനെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് കല്യാൺ പടാല, പ്രിയ ഷെഡ്ഡി, ഡയമണ്ട് പവൻ, ഹാരിഷ്, ശ്രീജ ഡെമ്മു, മര്യാദ മനീഷ്, ഇങ്ങനെ കുറച്ച് മത്സരാർത്ഥികളെ അവർ തിരഞ്ഞെടുത്തിട്ട് ഈ സെയിം അഗ്നിപരീക്ഷ ഇതിലൂടെ തന്നെയാണ് തിരഞ്ഞെടുത്ത് അവർ ബിഗ് ബോസിലോട്ട് സെലക്ട് ആക്കിയത്. അന്ന് തെലുങ്കിൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമുഖി ആയിരുന്നു കേട്ടോ. ഞാനിത് കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം നമുക്ക് ഓർമ്മ കിട്ടത്തില്ലല്ലോ. ആക്ച്വലി ഇങ്ങനെ അഗ്നിപരീക്ഷ ഈ ഒരു പ്രീ ഷോ നടത്തുന്നത് ആക്ച്വലി നമുക്ക് നല്ലതാണ്. ഈ കോമണേഴ്സ് ആരാണ് എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. നമുക്ക് വോട്ട് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാകും. ശരിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ? എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കുക കേട്ടോ. ഇതിൽ ഇപ്പം ആക്ച്വലി 40 പേരാണ് കോമണേഴ്സ് വന്നിരിക്കുന്നത്. അതിൽ 30 പേര് ഡയറക്റ്റ് എൻട്രിയാണ്. ബാക്കി 10 പേര് എൻ്റെ സ്പോൺസേഴ്സായ മൈച്ചിയുടെയും വൈറ്റ് ഗോൾഡിൻ്റെയും ഫാസ്റ്റ് ട്രാക്ക് എൻട്രിയിലൂടെ വന്ന ആൾക്കാരാണ് 10 പേര്. അപ്പോൾ മൊത്തം 40 പേരാണ്. പിന്നെ അത് ശേഷം പറയണല്ലോ, നമ്മുടെ ഹോസ്റ്റിൻ്റെ എൻട്രി, ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൂപ്പർ എൻട്രി ആയിരുന്നു. അതിനെക്കാട്ടിലും ജഡ്ജസിൻ്റെ എൻട്രി മാരകം തന്നെ കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ജഡ്ജസ്മാർക്ക് കൊടുത്ത ഒരു വോയിസ് ഓവറൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറായിരുന്നു, കിടുക്കാച്ചിയായിരുന്നു. പിന്നെ ടാസ്ക് വണ് മണിച്ചിത്രത്താഴ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിരുന്നു. അതായത് മൊത്തം 40 കണ്ടസ്റ്റൻസ് അല്ലേ. ഈ 40 പേരിൽ 20 ലോക്ക് ഒരു കുറച്ച് ഹൈറ്റിൽ ഞാൻ തൂക്കിയിട്ടേക്കും. 20 ലോക്ക് വിത്ത് ക്ലൂ, 20 കീ വിത്ത് ക്ലൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ലോക്ക് ഉണ്ടാവും. ഇതിൽ ഈ എന്ന് പറഞ്ഞാൽ ചാടി പിടിക്കണം ഈ സാധനം. ഈ ചാടി പിടിക്കുക, അതായത് ഈ 40 പേരെ വെച്ചിട്ട് ഇതിൽ ആരാണോ ആ കീ എടുക്കുന്ന ക്ലൂ ഉള്ള കീ ആർക്കാണോ ഉള്ളത്, ആ കീ കൊണ്ടുവന്ന് പോയി ആ ലോക്ക് കണ്ടുപിടിച്ച് തുറക്കുക. അവർ ഫസ്റ്റ് ഇതിൽ എൻട്രി ആവുന്നു. അങ്ങനെ 20 പേരെ സെലക്ട് ചെയ്താണ് ഫസ്റ്റ് ടാസ്ക്. ഇപ്പോൾ ക്ലൂ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമയിൽ ഡയലോഗ് അത് എഴുതിയേക്കും, ഈ ചാവി എഴുതിയിട്ടുണ്ടാവും സിനിമ ഡയലോഗ്. അപ്പോൾ അത് കിട്ടുന്ന ഒരാൾ, അപ്പോൾ ആ സിനിമ ഡയലോഗ് ഏത് സിനിമയാണെന്ന് മനസ്സിൽ ഓർത്തിട്ട് അവിടെ പോയിട്ട് കീയുടെ അടുത്ത് പോയിട്ട് ആ ലോക്ക് കണ്ടുപിടിക്കുക. അതായത് ഏത് സിനിമയുടെ പേര് എഴുതിയിരിക്കുന്നത് ആ ലോക്ക് കണ്ടുപിടിച്ച് അത് തുറന്നിട്ട് ഇന്നാവുന്നുള്ളതാണ്. ഇതിൽ അവസാനം വന്നപ്പം പൂജ എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിക്കാരത്തെ ആദ്യം തന്നെ കരഞ്ഞങ്ങ് വഴുകി തുടങ്ങി കേട്ടാ. പുള്ളി കരച്ചിലിൻ്റെ ആശാട്ടിയാണ്. പുള്ളിക്കാരത്തെ അവിടെ വെച്ച് കണ്ടൊരു പരിചയക്കാരൻ പറഞ്ഞിട്ട് ഒരുത്തൻ്റെ ചാവി കൊടുത്ത് അവനായി തട്ടങ്ങ് തേക്കാൻ നോക്കി. പക്ഷേ സംഭവം പാളി. അവന് ക്ലൂ ഇല്ല, ഒന്നുമില്ല. പക്ഷേ അവൻ പുള്ളിക്കാരത്തിന് ചാവി മേടിച്ച് തുറക്കാൻ നോക്കി. പുള്ളിക്കാരത്തെ അവിടെ കിടന്നത് നിലവിളിയും ബഹളമായി. അവസാനം റനീഷ ഇടപെട്ടിട്ട് ഈ സംഭവം കോംപ്രമൈസ് ആക്കി. പിന്നെ പുള്ളിക്കാരത്തിക്ക് 2 ക്ലൂ ഇരിപ്പുണ്ട്. 2 ക്ലൂ എന്തിനും എടുത്ത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, വേറെ കിട്ടുന്ന ഉദ്ദേശത്തിലായിരിക്കും. എനിവേ 2 ക്ലൂ ഇരിപ്പുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിൽ ചാവിയില്ല. അതായത് പുള്ളിക്കാരത്തിന് ക്ലൂ ഉണ്ട്, അവൻ്റെ കയ്യിൽ ക്ലൂ ഇല്ല, എന്നാൽ അവൻ്റെ ചാവിയുണ്ട്, പുള്ളിക്കാരത്തിൽ ചാവിയില്ല. ഇങ്ങനെ സെറ്റപ്പായി പോയി. പിന്നെ അവസാനം ഒരു മാനുഷിക പരിഗണന കണക്കിലെടുത്ത് പുള്ളിക്കാരത്തെ ഇന്നാക്കി വിട്ട്. പുള്ളിക്കാരത്തിൽ 2 ക്ലൂ ഉണ്ടായത് കൊണ്ട് മാത്രം ഇന്നാക്കി വിട്ട്. എല്ലാവരും എഗ്രി ചെയ്ത്. അപ്പോൾ അങ്ങനെ 20 പേര് ഇന്നായിട്ടുണ്ട്. ബാക്കി 20 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ എന്താകുമെന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഗ്രേ സ്ക്രീനൊക്കെ ആക്കി അങ്ങനെ നിർത്തിയേക്കാണ്. ബാക്കി 20 പേരെ എൻട്രി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരെ ഒരു സൈഡിലോട്ട് ഇരുത്തുന്നു. ഈ 20 പേരെ ഒരു സൈഡിൽ കൊണ്ടിരുത്തുന്നു. ഇതിൽ വന്നിട്ട് അതിനുശേഷം റനീഷ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റി പാറ്റൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഒരു ഇൻഫിനിറ്റിയുടെ സിമ്പിളൊക്കെ ആയിട്ടുള്ള ഒരു മാല. അത് അവരോട് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരിടത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പ്രസൻറ്റേഷൻ സൂപ്പറായിരുന്നു കേട്ടോ. ആ ഇൻഫിനിറ്റി
പേറ്റൻറ്റ് കൊണ്ടുവന്നതിൻ്റെ ആ പ്രസൻറ്റ് സൂപ്പർ. റനീഷയെ കുറേ പറ്റിച്ച് അതൊക്കെ നമുക്ക് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അവസാനം റനീഷയെ കൊടുക്കുന്നു. റിയാസ് സലീം അതിൻ്റെ കവർ തുറന്നിട്ട് അതിന് ആ ഒരു മാല പോലെ അവിടെ വെക്കുന്നു. അപ്പോൾ അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 ടീമായിട്ട് തിരിക്കണം. അതായത് 3 ജഡ്ജസിനും 3 ടീമായിട്ട് തിരിക്കുക. അപ്പോൾ അതിനകത്ത് റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്, അഖിൽ മരാർ ഇവർ 3 പേരും റാൻഡമായിട്ട് സെലക്ട് ചെയ്തത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോരുത്തർ ഇങ്ങനെ എഴുതി വെച്ച് അവരുടെ പേപ്പർ നോക്കി അങ്ങനെ വിളിച്ചില്ലല്ലോ. റാൻഡമായിട്ട് ഓരോരുത്തർ ഇപ്പോൾ അഖിൽ മരാർ പറയുകയാണ് എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വരുവാണ്, അങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത ആൾക്കാർ ആരൊക്കെ ഉണ്ട്, അങ്ങനെ വിചാരിച്ച ആൾക്കാരുണ്ട്. രഞ്ജിനി ഹരിദാസ് പറയുന്നത് ബ്യൂട്ടി മോഡലിംഗ് ആരൊക്കെ ഉണ്ട്, അങ്ങനെ അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ചോദിക്കുക. അങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീമിൽ 6 പേരും ബാക്കി 2 ടീമിൽ 7 പേര് വെച്ചിട്ടാണ്. അതായത് മൊത്തം 20 പേര് അങ്ങനെ നടക്കുന്നത്. അതിൽ റിയാസ് സലീമിൻ്റെ ടീമിൽ വന്ന ആൾക്കാരാണ് ഷിബിന, പൂജ ശരത്ത്, അഭിറാം, റാഷ പാലത്തിങ്കൽ, അസിയ നൗറിൻ, അനഘ ചന്ദ്രൻ, പ്രണവ്, ആരാധ്യ ടിയ ആൻ്റണി, സബീറ ഷരീഫ്, പാർവതി നാരായണൻ, അമൃത എസ്, വർഷ അന്ന വിജി, നയന ബാലകൃഷ്ണൻ, രചന എസ്. ഇവർ ഇത്രയും പേരാണ് രഞ്ജിനി എസ് ടീമിൽ മൊത്തം ലേഡീസാണ്. ഫുൾ ലേഡീസ് പവർ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വലിയ സംഭവമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത അഖിൽമാരുടെ ടീമിൽ ബിജു തോമസ്, എൽദോ ജോർജ്, ഷിജിൻ എസ്, ഷാനോ തോമസ്, അമൽ മോഹൻ, അപർണ സുരേഷ്, ഇത്രയും പേരാണ്. ഈ 6 പേരുള്ളത്. ഈ അഖിൽമാരാറിൻ്റെ ടീമിൽ 6 പേരുള്ളത്. ബാക്കി 2 പേർക്കും 7 പേര് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഒരു ഗെയിം ചേഞ്ചർ ആരാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് രജീഷ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗെയിം ചേഞ്ചറായിട്ട് റിയാസ് സലീം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് പൂജ്യത്തിനാണ്. അതായത് പൂജ്യം ഫസ്റ്റ് ടാസ്കിൽ ഓർമ്മയുണ്ട്, മണിച്ചിത്രത്താഴിനകത്ത് കരഞ്ഞു മെഴുകിയ പുള്ളിക്കാരത്തി ഞാനിതിൻ്റെ പുറത്ത് പോവില്ല, ഞാനിതിനകത്ത് ഇന്നാവും, ഇതാണെന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരത്തിനല്ല, അവരെയാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പം പൂജയ്ക്ക് റിയാസ് സലീം പറഞ്ഞത് പൂജ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്, എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് കരഞ്ഞിട്ട് ആ ചാവി എടുത്തുകൊണ്ട് അവിടെ ഇന്നായ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ കണക്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൂജനെ സെലക്ട് ചെയ്തത്. രഞ്ജിനെ എടുത്ത് വെച്ചപ്പോൾ രഞ്ജിനി പറഞ്ഞത് ഞാൻ എല്ലാവരെയും സെലക്ട് ചെയ്യുന്നു, എല്ലാ ലേഡീസും ഗെയിം ചേഞ്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സെലക്ട് ചെയ്ത് അങ്ങനെ പോയി. അഖിൽ മരാർ ഷിജിൻ എസ് എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വന്നത് അനഘ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. അനഘ ചന്ദ്രന് മാതൃഭൂമിയുടെ തൃശ്ശൂർ ഡിവിഷൻ്റെ RG ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരത്തി പോസിറ്റീവ് സൈഡായിട്ട് പറഞ്ഞത് പുള്ളിക്കാരത്തി നല്ലൊരു ലിസണറാണ്. വീക്ക് സൈഡായിട്ട് പറഞ്ഞത് പുള്ളിക്കാരത്തി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പുള്ളിക്കാരത്തി എത്രയും പെട്ടെന്ന് ചീറ്റ് ചെയ്യാൻ പറ്റും. അവിടെ പിടിച്ചിട്ടാ നമ്മുടെ റിയാസ് ചോദിച്ച് ഇതിൽ റിയാസ് സലീം ആദ്യമേ ഈ അനഘേനെ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അഖിലിൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്ത ആരായെന്ന് വെച്ചാൽ വരാൻ പറഞ്ഞപ്പം അനഘ ചാടി എണീറ്റ് ക്വസ്റ്റ്യൻ തീർന്നു ചാടി എണീറ്റ് വന്നത് കേട്ടോ. ആ പുള്ളിക്കാരത്തെ അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് അഖിൽമാരാണ്. ഡബിൾ സ്റ്റാൻഡ് ടണ്ടടങ് റിയാസ് വിടുക റിയാസിൻ്റെ കിട്ടിയ സാധനം റിയാസ് തൂക്കിയടിച്ച്. റിയാസ് ചോദിച്ചത് ഞാനങ്ങനെ ചോദിച്ചപ്പോൾ നീങ്ങല്ല. അപ്പോൾ അല്ല അങ്ങനല്ല, ഞാൻ ഇതിനകത്തെ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമാണ്, പുറത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കിടന്ന് മെഴുകി. പിന്നെ അങ്ങനെ ഒരു സംസാരം വലിയ ഇതിലായിട്ട് പോകാതെ അപ്പോൾ തന്നെ നമ്മുടെ അഖിൽമാരാർ കയറി സ്കോർ ചെയ്ത് കളഞ്ഞ്. അതിപ്പം എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ പൊളിറ്റിക്സിനോട് എനിക്ക് താല്പര്യം വരണമെന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇതാണ് റിയാസിനെ തിരിച്ചറിയാൻ പറ്റാത്ത അവിടെ സ്കോർ. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടാസ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിപ്പോകും. നമുക്ക് വഴിയെ വിന്നാവുന്നവരെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് സംസാരിച്ച് വരാം. ഓക്കെ. ഇതിൽ ഒരു അടുത്ത ടാസ്ക് കൊടുക്കണം ആ ഒരു ടീമിന് ടാസ്ക് കൊടുത്തത് നമ്മുടെ അനഘയൊക്കെ വരുന്ന ഒരു ടീമാണ്. ഓക്കെ. റിയാസിൻ്റെ ടീമാണ് ഫസ്റ്റ് വന്നത്. ആ ടീമിനൊരു ടാസ്ക് കൊടുക്കുക. അതായത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം ബസ്സിലടിക്കുമല്ലോ. ബസ്സിലടിക്കുമ്പം ഒരു PVC ഇത് വെക്കണം, അതിൻ്റെ മണ്ടയ്ക്ക് പിരമിഡ് പോലെ ഗ്ലാസ് എടുക്കണം. അതായത് പിരമിഡ് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇതുപോലെ ഗ്ലാസ് കൊടുത്തിട്ട് ഒരു 4 എണ്ണം, അതിൻ്റെ മണ്ടയ്ക്ക് 3, 2, 1 അങ്ങനെയല്ല, റിവേഴ്സ്. 1 ഒന്നാമത്തെ ഗ്ലാസ് വെക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫ്ലാറ്റ് സർഫേസ് ഒരു ചെറിയ ഷീറ്റ് വെക്കും, അതിൻ്റെ മുകളിൽ 2 ഗ്ലാസ്,
അതിൻ്റെ മുകളിൽ ഷീറ്റ്, അതിൻ്റെ മുകളിൽ 3 അങ്ങനെ 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 പിരമിഡ് നിലനിർത്തുക. ബസർ അടിക്കുന്നതിന് വരെ നിലനിർത്തുന്ന ആരാണോ അവർ വിൻ ചെയ്യും. ബസർ അടിക്കുമ്പം ആർക്കില്ലയോ അവർ ഔട്ടാവും. അങ്ങനെയാണ് ഇതിൽ. ഈ നമ്മുടെ പ്രണവ് വെച്ച് വന്നപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് അവൻ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് ഒരു കമൻറ്റ്, വാവ് സൂപ്പർ പ്രണവ്, അതോടുകൂടി അങ്ങനെ താഴെ വീണ്. അതൊരു നല്ലൊരു സീനായിരുന്നു, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ഇതിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അനഘയാണ് കേട്ടോ. അവൾക്ക് ആ ട്രിക്ക് മനസ്സിലായി. അനഘ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അനങ്ങാതെ മാറി നിന്നു, കറക്റ്റായിട്ട് അവിടെ ഫിനിഷ് ചെയ്തു. പിന്നെ പൂജയുടെ താഴെ പോയി. അങ്ങനെ അവസാനം എല്ലാവരും വെച്ച് കഴിഞ്ഞിട്ട് ബസർ അടിച്ച് കഴിഞ്ഞപ്പം ഇന്നായത് അഭിറാം, അനഘ, പ്രണവ് ഇവർ 3 പേര് മാത്രമാണ് ഇന്നായേക്കുന്നത്. ബാക്കിയുള്ള 4 പേര് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിട്ട്, അതായത് സെപ്പറേറ്റ് സോണിലോട്ട്, അതായത് ഡേഞ്ചർ സോണാണ് അവർ. അത് എപ്പോഴും വീടിന് പുറത്ത് പോകാമെന്നുള്ളൊരു ഡേഞ്ചർ സോണിലാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 സെക്ഷനായി. ഇപ്പോൾ ഈ ടീം തന്നെ 2 സെറ്റായി. ഒന്ന് സേഫ് സോണും ഒന്ന് ഡേഞ്ചർ സോണും. സേഫ് സോണിൽ വന്ന 3 പേരാണ് അഭിറാം, അനഘ, പ്രണവ്. ഈ ഡേഞ്ചർ സോണിൽ വന്ന 4 പേരെന്ന് പറഞ്ഞാൽ ഷബീന, പൂജ ശരത്ത്, രാഷ പാലത്തിങ്കൽ, ആസിയ നൗറിൻ. ഇവർ 4 പേരുമാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുന്നത്. 4 പേര് ഈ ഡേഞ്ചർ സോണിൽ വന്നില്ല. അവർക്ക് ഓരോ ബാൻഡ് കൊടുത്ത്, റെഡ് ബാൻഡ് കൊടുത്ത്. രഞ്ജിനി ഹരിദാസ് പറഞ്ഞതിൽ സന്തോഷിക്കേണ്ട, പണിയാണെന്ന് പറഞ്ഞ്. രജീഷ പറഞ്ഞ പണിയൊന്നും അല്ല, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് 4 പേർക്ക് ഓരോ ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഇൻഫിനിറ്റി പെറ്റൻ്റ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ 3 പേരെ നിർത്തി. അതിൻ്റെ നമ്മുടെ റിയ സലീം ആദ്യമേ തന്നെ നമ്മുടെ അനഘയ്ക്ക് ഒരു ബാഡ് കൗണ്ട് ഒരു കുത്ത് കൊടുത്ത്. നേരത്തെ ഒരു ചുരുക്ക് മനസ്സിരിപ്പുണ്ടല്ലോ, ഏതാ അഖിൽ മാരാറിനെ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവിടെ ബയോഡാറ്റയ്ക്ക് അത് എഴുതിയില്ല, അഖിൽ മാരാറിനെ അല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്. അഖിൽ മാരാറിൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എഴുതിയില്ലേ. അതിനെ വെച്ചിട്ട് നമ്മുടെ റിയ സലീം ഒരു കുത്തം കൊടുത്ത്. അവൾ പറഞ്ഞ് നിൻ്റെ പിരമിഡ് കാണാൻ വെരി അഗ്ലിയാണ്, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തി. അതിനുശേഷം അഭിറാമിൻ്റെയും ലുക്സ് കൊള്ളാം, പക്ഷേ എസ്തറ്റിക് വൈസ് പ്രണവിൻ്റെയാണ് കാണാൻ നല്ലത്. അതുകൊണ്ട് ഞാൻ ഈ ഇൻഫിനിറ്റി പെറ്റൻ്റ് ഞാൻ പ്രണവിന് കൊടുക്കുന്നു പറഞ്ഞിട്ട് പ്രണവിനെ ചൂസ് ചെയ്ത്. അടുത്ത ടീം നമ്മുടെ രഞ്ജിനി ചേച്ചിയല്ലല്ലോ, അടുത്ത ടീം നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇടയ്ക്കുന്ന ഒരാളെ തൂക്കി, നമ്മുടെ വർഷ അന്ന വിജി എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ പഴയൊരു എക്സ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആൻമരിയ, അവളുടെ സിസ്റ്ററാണ്. പുള്ളിക്കാരത്തെ രഞ്ജിനി ഒരു ചോദ്യം ചോദിച്ചു, ബയോഡേറ്റ എടുത്ത് വെച്ചിട്ട്, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് ബിഗ് ബോസിലെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരത്തി രഞ്ജിനിയെ സോപ്പിടുണ്ട്. അത് ചേച്ചി തന്നെയാണ്, രഞ്ജിനി ഹരിദാസ്. നല്ല കാര്യം. ബയോഡേറ്റ എന്താ സംഭവം, പേളി മണിന്ന് ആദ്യം തന്നെ ഒരു കൊല്ലത്തൂക്കം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടീമിൽ ടാസ്ക് ആരംഭിച്ചിട്ടാണ്. രണ്ടാമത്തെ ടീമിൽ കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് കുളങ്കര, ഒരു റൗണ്ടിനുള്ളിൽ നമ്മുടെ പണ്ടത്തെ കുളങ്കരയില്ലേ, അത് കുറച്ചുകൂടെ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ വരുത്തിട്ട്. ഇപ്പോൾ അഖിൽ എന്ന് പറഞ്ഞാൽ ഇന്ന്, രഞ്ജിനി എന്ന് പറഞ്ഞാൽ ഔട്ട്. അഖിൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ചാടുക, രഞ്ജിനി എന്ന് പറഞ്ഞാൽ പിന്നോട്ട് ചാടുക. റനീഷ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ചാടുക, റൈറ്റ് സൈഡിലോട്ട് ചാടുക. റിയാസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ചാടുക. ഇതിൽ ആദ്യം ഔട്ടാകുന്ന 2 പേര് ഡയറക്റ്റായിട്ട് നമ്മുടെ ഡേഞ്ചർ സോണിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയായിരുന്നു കളി. അപ്പോൾ ഈ ടാസ്കിൽ അവസാനം വിജയിച്ചത്, അവസാനം വരെ വന്നത് നമ്മുടെ വർഷ അന്ന വിജി എന്ന് പറഞ്ഞ കുട്ടിയും പിന്നെ പാർവതി എന്ന് പറഞ്ഞിട്ട് കുട്ടിയാണ്. സേഫ് സോണിൽ ഇപ്പോൾ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയേക്കുന്ന 2 പേർക്കാണ്, 2 ടീമിലായിട്ട്. ആദ്യത്തെ ടീമിൽ നിന്ന് പ്രണവ്, രണ്ടാമത്തെ ടീമിൽ നിന്ന് ഇപ്പം പാർവതിക്കാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ 3ാമത്തെ ടാസ്കും കഴിഞ്ഞേട്ടാ. നമ്മുടെ അഖിലിൻ്റെ ടീം വന്നിട്ട് 3ാം ടാസ്ക് കഴിഞ്ഞ്. ഈ ടാസ്കിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു, നമ്മുടെ നേരത്തെ സാധാരണ എല്ലാ ടാസ്കും ബിഗ് ബോസിൽ ഉള്ളതാണ്. ഇതിലെന്ന് പറഞ്ഞാൽ മറ്റേ ബോൾസ് ഇല്ലേ, ബോൾസ് കൊടുക്കും, ഗ്ലാസും കൊടുക്കും. ഈ ബോൾസ് ഒറ്റ കുതിപ്പിൽ ഈ ഗ്ലാസ്സിനുള്ളിൽ വീഴണം, നിന്നിടത്തൊന്നും അനങ്ങാൻ പാടില്ല. അങ്ങനെ ഒറ്റ കുതിപ്പിടുക. അങ്ങനെ ആ ടാസ്കിൽ വിജയിച്ചത് നമ്മുടെ ഷിജിനെസ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. അവനാണ് നമ്മുടെ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയത്. അപ്പം 3 പേർക്ക് ഇൻഫിനിറ്റി പെൻഡൻ കിട്ടി. ഒന്ന് നമ്മുടെ പ്രണവിന്, പാർവതിക്ക്, ഷിജിനെസ്, ഇവർക്ക് 3 പേർക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഇൻഫിനിറ്റി പെൻഡൻ കിട്ടിയിരിക്കുന്നത്. 8 പേരപ്പം നിലവിൽ ഡേഞ്ചർ സോണിലും ബാക്കിയുള്ളവർ സേഫ് സോണിലുമുണ്ട്. 3 പേർക്ക് ഇൻഫിനിറ്റി പെൻഡൻ. ഇതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ. ഇതിന് ശേഷം നമുക്ക് ആ മണിച്ചിത്ര താഴെന്ന ടാസ്ക് ഇല്ലേ, ഫസ്റ്റ് ടാസ്കിൽ തോറ്റ കുറച്ച് പേരില്ലായിരുന്നു, 20 പേര്. ആ 20 പേരെ എന്ത് ചെയ്യണമെന്ന് റനീഷ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിയാസ് പറഞ്ഞ് നമുക്കൊരു ചാൻസ് കൊടുക്കാം. അങ്ങനെ കോമൺ ആയിട്ടുള്ള അഭിപ്രായം വാങ്ങിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ, അതായത് എപ്പിസോഡ് 2-ൽ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് റനീഷ അനൗൺസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.